24 എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. വോട്ടേഴ്സിനോട് മറുപടി പറയാൻ കഴിയുന്നില്ലെന്ന് ലീഗ് നേതാവ് പി അബ്ദുറഹീം ഹമീദ് 24നോട് പ്രതികരിച്ചു. 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയെന്നും പി അബ്ദുൽ ഹമീദ് പറഞ്ഞു. അല്ല, എല്ലാവരുടെ ചോദ്യം ഇതാണ്. എല്ലാവരും അസംതൃപ്തരാണ്. ചോദ്യം എന്നുള്ളതിൽ അവരുടെ അസംതൃപ്തി അവരുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പീടികയിൽ പോയാലും അവിടെ സംസാരം അതാണ്. നേരെ മറിച്ച് നാട്ടിൻപുറങ്ങളിൽ ചെന്നാൽ ഇതാണ് സംസ്കാരം. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസ്കാരം, ഇതാണ് സംസാര വിഷയം. നിഖിൽ പ്രമേഷാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, അങ്ങനെ ഇപ്പോൾ അബ്ദുൽ ഹമീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ആൾ കൂടുന്നിടത്തൊക്കെ ഉയരുന്ന ചോദ്യം ഇത് തന്നെയാണ്. എന്നാണ് കേരളത്തിനൊരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളത്? ലീഗിന്റെ അതൃപ്തി പലതരത്തിൽ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ ആദ്യമായാണ് ഇത്തരത്തിൽ തുറന്നടിക്കുന്നത് ഒരു ലീഗ് നേതാവ്, അല്ലേ? തീർച്ചയായും പ്രവിതാലക്ഷ്മി, അനൂപ, രൂക്ഷമായിട്ടുള്ള വിമർശനം, അതായത് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യമില്ല. ജനങ്ങൾ ഇത്ര വലിയൊരു മാൻഡേറ്റ് UDF നൽകിയിട്ട് ഇന്നേക്ക് 7 ദിവസം പിന്നിടുകയാണ്, 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പോലും UDF കഴിയുന്നില്ല എന്ന് പറയുന്നത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 4 ആൾ കൂടുന്നിടത്ത് പോകുമ്പോൾ തങ്ങൾക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ആളുകൾ ഞങ്ങളെ പുച്ഛിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടു കൂടി തങ്ങളോട് ചോദിക്കുകയാണ്, ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തത് എന്ന് അണികൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ വരികയാണ് തങ്ങൾക്ക് എന്നാണ് ഈ 16 സീറ്റുകളും വിജയിപ്പിച്ചെടുത്ത മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൽ ഹമീദ് മാസ്റ്റർ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ല എന്നാണ് അണികൾക്ക് തോന്നുന്നത്, അതുകൊണ്ടാണല്ലോ ഈ വലിയ തർക്കം ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വലിയ രീതിയിൽ അണികളെ നിരാശരാക്കിയിട്ടുണ്ട്. പല MLA-മാരുടെയും വിജയാഹ്ലാദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അണികളോട് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ആഘോഷത്തിനില്ല, ആദ്യം മുഖ്യമന്ത്രി വരട്ടെ, അതിനുശേഷം ആഘോഷം സംഘടിപ്പിക്കാമെന്ന നിലപാടിലേക്ക് അണികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രമേൽ നിരാശരാണ് അണികൾ എല്ലാവരും. ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നുള്ള കൃത്യമായ സൂചനയാണ് ഹമീദ് മാസ്റ്റർ നൽകുന്നത്. ഹമീദ് മാസ്റ്ററുടെ ഈ പ്രതികരണം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം തന്നെയായി നമ്മൾ കാണണം. സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അവർ അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അക്കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ കൃത്യമായ വിമർശനം, വിയോജിപ്പ് അവർക്കുണ്ട്. ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകുമ്പോൾ ആളുകൾക്ക് മുന്നിൽ തങ്ങൾ അഭാസ്യരാവുകയാണ്. അതോടൊപ്പം തന്നെ ആളുകൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി വരാത്തതെന്ന് ആളുകൾ ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാൻ കഴിയാതെ തങ്ങൾ കുഴങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഹമീദ് മാസ്റ്റർ പറയുന്നത്. ഇനിയും ഇത് നീണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ നൽകുകയാണ്. പ്രവിത, അനൂപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.